ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ഞങ്ങളൊരു 14 അംഗസംഘം ട്രിപ്പ് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ ഗുണ്ടൽപേട്ടുള്ള ഗോപാലസ്വാമി ക്ഷേത്രം കാണണം, സൂര്യകാന്തി പാടം, ചെണ്ടുമല്ലി പാടം എല്ലാം കാണാൻ വേണ്ടി പോവുകയാണ്. ലാസ്റ്റാണ്, പൂവ് കരിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കയറാം. ഞങ്ങൾ വയനാട് കഴിഞ്ഞ് കർണാടക ബോർഡർ കടന്ന് അവിടെ കുറച്ച് മൃഗങ്ങളെല്ലാം കാണാൻ പറ്റി. ആന, മാന് എല്ലാം കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മളെ വണ്ടി കയറ്റില്ല. പിന്നെ നമ്മൾ KSRTC 70 രൂപ ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം നമ്മൾ കയറിപ്പോവാൻ. അങ്ങനെ ഞങ്ങൾ ഗോപാലസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര കാറ്റാണ് കേട്ടോ. അവിടെ പ്രകൃതി എന്താ പറയുക എനിക്കറിയില്ല. നിങ്ങൾ അവിടെ പോയി കാണുക, അതിൻ്റെ ഭംഗി ആസ്വദിക്കുക. അത്രയ്ക്ക് വ്യൂ ആണ് അവിടെ ഉള്ളത്. ഞങ്ങൾ എവിടെ നിന്നാലും അങ്ങോട്ട്, പക്ഷെ കോടമഞ്ഞ് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. നല്ല കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന ഗോപാലസ്വാമി ക്ഷേത്രമാണ് കാണാൻ പറ്റുക എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്. പക്ഷെ ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് താഴെ ഇറങ്ങി. അവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു, ചരട് കെട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൈകളെല്ലാം ചരടെല്ലാം കെട്ടി. പിന്നെ ഞങ്ങളിത് കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ കാരാപ്പുഴ ഡാമിലെത്തി. അവിടെ പറയണ്ടല്ലോ, അവിടെയും ഇതേപോലെ തന്നെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. അവിടെയും ഫോട്ടോസിന് പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയപ്പം കുറേ പൂപ്പാടങ്ങളെല്ലാം കണ്ടു. ഈ പ്രാവശ്യം പൂപ്പാടങ്ങളൊന്നും കാണാൻ പറ്റിയില്ല, പക്ഷെ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. എന്നാലും ഞാൻ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സൂര്യകാന്തി വിരിഞ്ഞിരിക്കുന്ന പാടം എനിക്കൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. സൂര്യകാന്തി പാടം കാണണം. ഈ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ സൂര്യകാന്തി പാടം കാണുന്നത്. അതുകൊണ്ട് എന്താണെന്നറിയില്ല, ഒരുപാട് ഫോട്ടോസ് എടുക്കാനും അതിൽ കൂടെ നടക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ചെണ്ടുമല്ലിപ്പാടം, പൂത്ത് നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പാടം. എന്തൊരു മനോഹരമാണെന്നറിയോ ആ പാടം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. എന്തായാലും നിങ്ങൾ പോയി കാണണം.